ഇത് ജനുവരി 1 എൻ്റെ പ്രഭാതം. ഹാപ്പി ന്യൂ ഇയർ എന്ന് ഇനിയും വിഷ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 2026 എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഡിസംബർ 31 രാത്രിയിൽ നമ്മൾ പുതിയ ചുരിദാറിന് വേണ്ടിയിട്ടുള്ള ഷോളൊക്കെ അരിയൊക്കെ തയ്ച്ചെടുത്തില്ലായിരുന്നു. പുതിയ ചുരിദാറൊക്കെ ഇട്ട് ഞാനിങ്ങനെ രാവിലെ ഒരു ഷോയൊക്കെ കാണിച്ചിട്ട് യഥാവിധി മുടിയൊക്കെ കെട്ടി പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി വന്നതാണ്. അപ്പോഴാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം. കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. പള്ളിയിൽ കഴിഞ്ഞിട്ട് നേരെ ഞാൻ ജോലിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ തലേന്ന് എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ബീഫ് ഒന്ന് വേവിച്ച് വെക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അമ്മച്ചി എഴുന്നേറ്റ് കറിയാക്കി. രാവിലെ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമുണ്ട്, ലേറ്റായിട്ട് കിടന്നതിൻ്റെയും പാതിരാക്കി പള്ളി പോയതിൻ്റെയൊക്കെ. അപ്പം എളുപ്പത്തിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ബ്രെഡും അതുപോലെ ഇറച്ചിക്കറിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ നേരെ പള്ളിയിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ജോലിക്കും. അങ്ങനെ ജനുവരി 1 പ്രഭാതത്തിൽ ഇത്രയൊക്കെ എനിക്ക് പടം പിടിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം കാണാം. അതിനു മുമ്പ് മറ്റൊരു മഹത്തായ ഒരു കർമ്മം കൂടെ നടന്നായിരുന്നു. ഞാൻ ജോലിക്ക് പോകുവാണല്ലോ, പിന്നെ വൈകിട്ടല്ലേ വരത്തുള്ളൂ. ഞാൻ പോകാൻ ഇറങ്ങുന്നു എന്ന് കണ്ടപ്പോഴേ ഉറക്കത്തിൽ കിടന്ന അമ്മച്ചി എഴുന്നേറ്റ് എവിടുന്ന് ഒരു കേക്കൊക്കെ എടുത്തോണ്ട് വന്ന് അതൊക്കെ കട്ട് ചെയ്ത് കഴിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പള്ളിയിലോട്ട് പോയത്. അന്ന് വൈകിട്ട് തിരിച്ചു വന്ന ഞാൻ കക്കാറച്ചിയൊക്കെ ആയിട്ടാണ് വന്നത്. നല്ല വലിയ കക്കാറച്ചി കണ്ടപ്പോഴത്തേക്ക് വാങ്ങിക്കാനായിട്ട് തോന്നി. അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ തന്നെ അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. കൂട്ടത്തിൽ 2 കപ്പ് ചായ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ദൊപ്പം ചുട്ടെടുക്കണം. ഞാൻ ജോലിക്ക് പോയതിന് ശേഷം അമ്മച്ചി എപ്പോഴോ അരി അരച്ച് മാവാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ദോശക്കല്ലിൽ അപ്പം ചുട്ടെടുക്കും. അപ്പത്തിനരച്ച മാവ് കൊണ്ട് ദോശക്കല്ലിൽ നല്ല പരത്തി ഇങ്ങനെ ദോശ പോലെ ചുട്ടെടുക്കുന്നതിനാണ് കേട്ടോ ഞാൻ ഇതൊപ്പം എന്ന് പറഞ്ഞത്. കക്കറച്ചി ആദ്യം റോസ്റ്റാക്കി പിന്നെ ചെറിയ തീയിൽ ഇങ്ങനെ കുറച്ച് നേരം ഇട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് താനെ ഫ്രൈ ആകും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ചിക്കി ചുരണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അടുക്കള കയറിയാൽ ഓരോ നേരത്തെ ഓരോ മൂഡാണ് കേട്ടോ. ഇന്നിപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ടാണ് തോന്നുന്നത്. 2026 ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.